നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ തീരദേശ നഗരമായ ടിയാൻജിനിലെത്തി ഷീ ജിൻപിങ്ങുമായി കൈകോർത്തപ്പോൾ നാം കണ്ടത് പുതിയ കരാറുകളുടെ തുടക്കം മാത്രമല്ല, ഭിന്നതകൾ മറന്ന് സൗഹൃദം പുതുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. തീരുവയ്ക്കുമേൽ തീരുവയും ചുമത്തി ചൈനയെയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നെന്ന കുറ്റം പറഞ്ഞ് ഇന്ത്യയെയും വലച്ച ട്രംപിന് തിരിച്ചടിയെന്നോണം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചതോടെ പുതിയൊരു ലോകക്രമത്തിനവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ട്രംപിനുള്ള കൃത്യമായ ആ മറുപടിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ചൈന തയ്യാറായിരുന്നുമില്ല. മോദിയെ ആനയിക്കാൻ തിരഞ്ഞെടുത്ത ലിമോസിൻ കാർ മുതൽ തുടങ്ങുന്നു ആ കണിച്ചത. സോഷ്യൽ മീഡിയ അത് ചർച്ചയാക്കുകയും ചെയ്തു. ഒരുപാട് കാലം ശീതയുദ്ധം ചെയ്തവർ ഒരുമിച്ച ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദിയെ ആനയിക്കുന്നതിനായി ഉപയോഗിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്റ്റേറ്റ് കാറിനെ കുറിച്ചാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ചർച്ച. ചൈനയിലേക്കുള്ള ദ്വിദിന സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സഞ്ചരിക്കാൻ ചൈന ഒരുക്കിയത് ഹോങ്കി L5 ലിമോസിൻ കാറാണ്. ഒരു പ്രധാന നയതന്ത്ര നടപടിയായിട്ടാണ് പ്രധാനമന്ത്രി മോദിക്കായി ഈ ഐക്കോണിക് ചൈനീസ് വാഹനം തിരഞ്ഞെടുത്തത്രേ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്റ്റേറ്റ് കാറാണ് ഹോങ്കി L5 എന്ന ലിമോസിൻ മോഡൽ. കൂടാതെ ചൈനീസ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിന്റെ അഭിമാനമായി കണക്കാക്കപ്പെടുന്ന ഈ വാഹനം ചൈനീസ് ഉന്നത നേതാക്കൾക്കും തിരഞ്ഞെടുത്ത വിദേശ പ്രമുഖർക്കും മാത്രമുള്ളതാണ്. പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ചകൾക്കായി 2019 മഹാബലിപുരം സന്ദർശന വേളയിൽ ഷീ ജിൻപിങ് ഇതേ മോഡൽ കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. അന്ന് പ്രത്യേകമായി വിമാനത്തിൽ ഈ കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇനി ഈ വാഹനത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ചൈനയിലെ പഴമ അവകാശപ്പെടാനാകുന്ന ഈ ബ്രാൻഡ് ആരംഭിക്കുന്നത് 1958 മെയ്ഡ് ഇൻ ചൈന എന്ന ലേബലോടെ ഹോങ്കി വളരെ കാലമായി ചൈനീസ് പ്രൗഢിയുടെ ഭാഗമായി തുടരുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിരുന്ന ഹോങ്കി കാറുകൾ 1981 ഉൽപ്പാദനം നിർത്തിയെങ്കിലും 1990കളുടെ മധ്യത്തിൽ വീണ്ടും പുറത്തിറങ്ങുകയായിരുന്നു. ഇന്ന് ചൈനയിൽ അറിയപ്പെടുന്ന മോഡലാണ് ഫ്ളാഗ്ഷിപ്പ് L5. 400 HP-യിലുള്ള 6 ലിറ്റർ V12 എഞ്ചിനാണ് ഹോങ്കി L5-ൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം 8.5 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ഇതിന് കഴിയും. കൂടാതെ മണിക്കൂറിൽ ഏകദേശം 210 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കും. 5.5 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഈ കാറിന് 3 ടണ്ണിൽ കൂടുതൽ ഭാരവുമുണ്ട്. ഏകദേശം 7 കോടി രൂപയോളം വില വരുന്ന ഹോങ്കി L5 ചൈനയിലെ ഏറ്റവും ചിലവേറിയ പ്രൊഡക്ഷൻ കാറാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പൊതുപരിപാടികളിൽ പതിവായി ഹോങ്കി L5 തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാറായ ദ ബീറ്റ്സിന് സമാനമായ കവചിത ലിമോസിനായ ഹോങ്കി N701-ലും ഷീ ജിൻപിങ് യാത്ര ചെയ്യാറുണ്ട്. ചൈനയിലെ നേതാക്കൾ ചൈനീസ് കാറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് 2012 ഷീ ജിൻപിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരോട് പറഞ്ഞതു മുതലാണ് 2013 ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഒരു ഹോങ്കി H7 തന്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. സന്ദർശകരായ വിദേശ നേതാക്കളുടെ വാഹന വ്യൂഹങ്ങൾക്കായി ഹോങ്കി കാറുകൾ നൽകാനും അന്ന് ആരംഭിച്ചിരുന്നു. ഷീക്കും മോദിക്കുമൊപ്പം ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും ചേർന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ടിയാൻജിൻ നഗരത്തിൽ സഞ്ചരിച്ചത് ചൈനീസ് നയതന്ത്ര ലൈസൻസ് പ്ലേറ്റുകളുള്ള തന്റെ പ്രസിഡൻഷ്യൽ ഓണസ് കാറിലാണ്. ഉച്ചകോടിക്ക് ശേഷം അതേ കാറിൽ പുടിനോടൊപ്പം മോദിയും യാത്ര ചെയ്തിരുന്നു. 10 മിനിറ്റ് പ്രധാനമന്ത്രി മോദിയെ കാത്തുനിന്ന ശേഷമാണ് ഇരുവരും മണിക്കൂറുകളോളം കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തത്. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ചൈനയിൽ വെച്ച് നടന്ന ഈ ഊഷ്മള കൂട്ടായ്മ ട്രംപിന് അലോസരമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോക നേതാക്കളുടെ അടുത്ത ചുവടുവെപ്പ് എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം.